നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി രണ്ടെണ്ണമാണ്. കാര്യം നമുക്ക് എന്നാന്നറിയോ, വരുന്ന ഗസ്റ്റ് രണ്ടു പേർക്കും രണ്ട് ടേസ്റ്റാണ്. ടേസ്റ്റ് മീൻസ് അതല്ല, ഒരാൾക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് വെജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്നാ ചെയ്യാൻ നോക്കും, രണ്ടു പേർക്കും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഫസ്റ്റ് ഡിഷ് മട്ടണാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ഓൾവേസ് നമ്മൾ പനീറാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് പറയാൻ രണ്ട് റെസിപ്പിയുടെയാണ് പറയണ്ടേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മട്ടൻ്റെ റെസിപ്പീസാണ്. റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഉപ്പ് കാണിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, എന്തായാലും ഉപ്പ് വേണം. നെക്സ്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഇച്ചിരി പുളിയില്ലാത്ത തൈരാണ് വേണ്ടിയേ, 1 കപ്പോളം, 1 കിലോ മട്ടനുള്ള ഇതാ പറയുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, നാരങ്ങയുടെ നീര്, അതായത് 1 നാരങ്ങയുടെ പകുതി നീര്, ഇത് പിന്നെ കുറച്ച് ജീരകപ്പൊടിയാ. പിന്നെ വേണ്ടിയത് കാശ്മീരി മുളക് പൊടി, 1 കപ്പ് ഉള്ളി ബിരിയാണിക്ക് വറുത്തിടുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ മട്ടൺ ആകുമ്പോൾ നാച്ചുറലി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ. ഇത് പക്ഷെ മേടിച്ചതായതുകൊണ്ട് നമ്മൾ ടീസ്പൂൺ കണക്കിട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നെയ്യും വേണം. അല്ലാതെ നമ്മുടെ കുറച്ച് ഉപയോഗിക്കുന്ന ഏത് വെജിറ്റബിൾ ഓയിലാന്ന് വെച്ചാൽ അത്. ഇവിടെ ഞാൻ ഇപ്പം മേടിച്ചേക്കുന്ന 1 കിലോ മട്ടണാണ് മേടിച്ചേക്കുന്നത്. ഈ 1 കിലോ മട്ടൺ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമുമാണ് വേണ്ടിയത്. ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞേച്ച് നമുക്കിതങ്ങ് ചേർത്താൽ മതിയേ. നെക്സ്റ്റ് കൺഫ്യൂഷനേ വേണ്ട, ഇത് നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഉണ്ടാക്കുന്ന ഒരു പനീർ കറിയാണ്, അതും എളുപ്പ കാര്യങ്ങളാണ് വേണ്ടിയേ. ഇത് കുറച്ചൊരു 3 സവാള ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നതാ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്ക അല്ല, ഇത് മെലൺ സീഡ്സ് ആണ്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പാക്കിക്കോളൂ. പിന്നെ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇതൊരു 2 പച്ചമുളകും 10 വെളുത്തുള്ളിയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടയുടെ ഇല 2 എണ്ണം, ഏലക്ക 2 or 3. പിന്നെ വേണ്ടിയത് കുറച്ച് ഒരു കഷ്ണം പട്ട. ഇത് ഞാൻ പനീറുണ്ടല്ലോ, കുറച്ച് ബട്ടറിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ അല്ല, കുറച്ച് മൊരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ബേസിക്കലി നമുക്ക് കുറച്ച് ബട്ടർ വേണം, അതായത് അന്ന് സോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടല്ലേ. പിന്നെ അലങ്കാരമായിട്ട് കുറച്ച് ജൂലിയൻസ് ആയിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, 1 പച്ചമുളക് 2 കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പ് എരിവ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി പഞ്ചസാരയാണ് ഇത്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പനീറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കസൂരി മേത്തി. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. ഇത്രയും സാധനം വേണ്ട. ഞാൻ പനീർ കറിക്കുള്ളത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാവോ, ഞാനൊന്ന് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാ. സാധാരണ എണ്ണ ഒഴിക്കുന്നത് അല്ല, ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇതൊരു എന്നാ പറയുന്നത്, നമുക്കിപ്പോൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം, എന്നാൽ ഒത്തിരിയും വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് എളുപ്പത്തിൽ ചെയ്യാനുള്ള കാര്യമാണ് ഈ 3 സവാള അരിഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒരു പിടി അതിടുവാണേ. മെലൺ സീഡ്സ് ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1 കഷ്ണം നേരത്തെ കാണിച്ചില്ലേ ഇഞ്ചി, അതൊരു കഷ്ണം. പിന്നെ വേണ്ടിയത് 2 പച്ചമുളക്, അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഒരു എരിവാണ് കൂടുതൽ വേണ്ടത്. പിന്നെ 10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് വേണ്ട ഒരു വലിയ ഇല മാത്രം, പട്ടയുടെ ഇല, 3 ഏലക്ക, 1 കഷ്ണം പട്ട, ഇത്രയും ഇട്ടിട്ട് ഇത് ശരിക്കും ഒന്ന് വെന്ത് അതൊന്ന് തിളച്ച് ഒന്ന് വറ്റുവേലേ, ആ ഉള്ളിയും പച്ചമുളകും നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് വേവട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മട്ടണിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. മട്ടണും ഇതേപോലാണ് നമ്മൾ ഈ എല്ലാം കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ആദ്യം ഒരു ഇച്ചിരി ഉപ്പിടുക, അന്നേച്ച് കുറച്ച് തൈര് ഒഴിക്കണം, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ആക്ച്വലി ഒരു ടീസ്പൂൺ പോരാട്ടോ, ഒരു ടേബിൾ സ്പൂൺ കണക്കാ. എൻ്റെ 2 ടീസ്പൂണിലും വെള്ളം പറ്റിയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. നാരങ്ങ നീര് 1 നാരങ്ങയുടെയാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിക്കാം. പുളിയില്ലാത്ത തൈര നേരത്തെ ഒഴിച്ചിരിക്കുന്നത്, നോക്കിക്കോണം. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതേ മല്ലിപ്പൊടി എത്ര അളവെടുത്തോ അതേപോലെ തന്നെയാ മുളക് പൊടി. പിന്നെ 1 കപ്പ് വറുത്ത ഉള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ മേടിക്കുന്നതായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് നമുക്ക് മട്ടണിന് വേണ്ടിയത്. അപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മട്ടണ് കംപ്ലീറ്റ് ആയിട്ട് തിരുമ്മി നല്ലോണം ചേർക്കണം. ഓക്കെ, ഇത് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ വേവാൻ വെച്ച ഉള്ളിയൊക്കെ നല്ലതായിട്ട് തിളച്ചു. ഇത് നല്ല ഒരു ഉള്ളിയുടെ ഒരു വേവ് ഉണ്ടല്ലോ, അത് ആവണം, ട്രാൻസ്ലൂസൻ്റ് ആവണം. അതേപോലെ അതിന് സമയം കൊടുക്കുക. വെള്ളം മുഴുവൻ നമുക്ക് വേണ്ട, വെന്ത് വെള്ളം ഒന്ന് വറ്റുമല്ലോ, ആ കണക്കാന്നെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ എടുത്തേച്ച് നെക്സ്റ്റ് മട്ടണിലോട്ട് നമ്മൾ ചെയ്യുക. മട്ടനും ഇതേപോലെ ഒരുപാട് പണിയൊന്നുമില്ല. എന്നാന്നറിയാവോ, നമ്മളൊരു ഇച്ചിരി നെയ്യ് ഒഴിക്കണം, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചേച്ച് നമുക്ക് മട്ടൺ ഇതിനകത്തിട്ടൊന്ന് വേവിക്കാം. ഇനി നെയ്യ് ഒന്ന് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മട്ടൺ ഇതിനകത്തോട്ടിടാം. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ ഈ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന മട്ടൺ ഇടുവാണേ. ഈ മട്ടണിനകത്ത് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല. പിങ്ക് കളറിലിരിക്കുന്ന മട്ടൺ ഒന്ന് വൈറ്റായി മാറുക എന്നൊക്കെ പറയില്ലേ, അല്ലെ ചിക്കൻ പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ മട്ടൺ ഒന്ന് ആവണം. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഊറിക്കോട്ടെ, അന്നേച്ച് നമുക്ക് അടച്ചിടാം. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കംപ്ലീറ്റ് മസാലയില്ലേ, അതായത് പട്ട നമ്മളിട്ടു, ഏലക്കായ ഇട്ടു, പട്ടയുടെ ഇല ഇട്ടു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയേച്ച് വേണം നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ. അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ഭയങ്കര എളുപ്പമാണ്, വേഗം ആവുകയും ചെയ്യും. ഈ വെള്ളമൊക്കെ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഗ്രേവിക്കുള്ളതിന് അരച്ചെടുക്കാം. അപ്പോൾ അതേണ്ട നമ്മൾ എണ്ണ ഒഴിച്ചതും എല്ലാം മട്ടണിലും അങ്ങ് തെളിഞ്ഞു വരുവാണേ. എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാലല്ലേ നമുക്കിത് അടച്ചു വെക്കാം. എൻ്റെ വെള്ളം നല്ലോണം ഊറി. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ കുക്കർ അടച്ചു വെക്കുവാണേ. മട്ടൺ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ക്രീമും അണ്ടിപ്പരിപ്പും ചേർക്കത്തുള്ളൂ. ഓക്കെ, ഇതാണെന്നറിയോ, നമ്മുടെ ഉള്ളി തേണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ. ഇനി ഇതൊന്ന് ആറി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചീനച്ചട്ടിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ ഇടണം. ഈ ബട്ടറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ മസാല, അതായത് നേരത്തെ ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് വഴറ്റിയില്ലായിരുന്നു, അതിനെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ ഒരു നല്ലൊരു വിസിൽ വന്നു. അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നത്, ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ഇനി ഈ ഇട്ട ബട്ടർ ഒന്ന് നല്ലതായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒന്ന് വഴറ്റി വരണ്ടേ, ആ ഒരു താമസം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇതൊരു ഇച്ചിരി ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പച്ച ചൊവ എന്ന് പറയില്ല, ആ റോ ടേസ്റ്റ് നമ്മുടെ വേവിച്ചപ്പോൾ പോയി. എന്നാലും ആ ബട്ടറിന്റെ ഒരു ഫ്ലേവറും എല്ലാം ഇതിനകത്തോട്ടൊന്ന് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലതല്ലേ. ഗ്രേവി ഒരു ഇച്ചിരി തിക്കാവുക. ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുവാണേ. കാര്യം നമ്മൾ ആ ഒഴിച്ചേക്കുന്ന എല്ലാം ഒന്ന് വേഗണ്ടേ. വെന്തതാ, പക്ഷെ എന്നാലും ഗ്രേവി ഒരു തീരെ തിക്കായാലും കൊള്ളുകയില്ല. അരച്ചേക്കുന്ന പച്ചമുളക, പക്ഷെ അതിന്റെ എരിവ് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം മതി. ഗരം മസാലയുടെ ഫ്ലേവർ അല്ല ഇതിന് മുന്നിട്ട് നിൽക്കാനുള്ളത്. നമ്മുടെ ഗ്രേവിക്കകത്ത് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അതൊരു ഇച്ചിരി ഉപ്പ് വേണം. ബട്ടർ അൺസോൾട്ടഡ് അല്ല, സോൾട്ടഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോക്കി വെച്ച് ബാക്കി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന ഫ്ലേവേഴ്സിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു 1/2 ടീസ്പൂണോളവും ചേർത്താൽ മതിയേ. ഇതിനകത്ത് പച്ചമുളക് ചേർത്തു. നെക്സ്റ്റ് എരിവിനായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക്. നമ്മൾ ഇത്രയും ചേർത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ നേരത്തെ ഒഴിച്ച വെള്ളം പിന്നെ അങ്ങ് പറ്റി. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കുക. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ. അന്നേച്ച് ഈ ചേർത്തേക്കുന്നൊക്കെ ആ പനീറിൽ ഒന്ന് പിടിക്കണ്ടേ. പനീറിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, അതായത് ഫ്ലേവർ ആയിട്ടൊന്നും ചേർത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലേവർ മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രേവിയിലേക്ക് പനീറും കൂടെ ചേർക്കുവാണേ. ഇത് ബട്ടറിൽ വറുത്തത് കൊണ്ട് ഞാൻ ആ ബട്ടറിൻ്റെ ആ ഒരു എണ്ണയുണ്ടല്ലോ ഇത് കളയുന്നില്ല. അതിനകത്തോട്ട് ഞാൻ ഒഴിക്കുക. ഇനി ചേർക്കാനുള്ളത് കുറച്ച് നമ്മുടെ മല്ലിയില പോലെ തന്നെ കുറച്ച് കസ്തൂരി മേഥി. ഇതാരത്? ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോലും ചെയ്തില്ല എന്റെ ആനീസ് കിച്ചണില്. വെരി നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. അതെ, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നല്ലേ. അതാ കുഞ്ഞാപ്പൂ. അറിയോ? ഈ ആന്റിനെ അറിയാമോ? ആന്റി അല്ല, ചേച്ചി. അല്ലേ, ചേച്ചിയല്ലേ? ഞാൻ ചിലരോട് അധികം സംസാരിക്കാറില്ല. അന്നറിയോ, പറയുമ്പം ഇവൾ എന്നോട് എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോയെന്നറിയാവോ. ലാസ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ മര്യാദക്ക് എന്നെയും എന്റെ ഏട്ടനെയും പിള്ളേരെയും കല്യാണത്തിന് വിളിക്കണമെന്നൊരു മര്യാദ ഉണ്ടോ? ഇല്ലേ? വളരെയധികം മോശമായി അല്ലേ? എന്നോട് ഒന്നുമില്ലെങ്കിൽ എന്റെ ഒരു ആദ്യ ഗുരു അല്ലേ അമ്മ. എന്നെ ഓർത്തില്ലെങ്കിലും ഞാൻ ഓർത്തു. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പൊ വിളിക്കുമെന്ന്. നീ വിളിച്ചോടി. എന്റെ ചേട്ടൻ തലേ ദിവസമാണ് വിളിച്ച കല്യാണത്തിനില്ലേ. അയ്യോ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു കല്യാണം കഴിക്കാൻ പോവാന്ന്. വളരെ ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത കല്യാണത്തിൽ വന്ന സാരില്ല. അപ്പുറത്തെ അയൽവക്കം തന്നെ അല്ലായിരുന്നോ? അല്ല, നമ്മളവിടുന്ന് മാറി. അതൊരു അതുകൊണ്ട് മറന്നുപോയി അല്ലേ. പക്ഷെ എന്നാലും ഈ കുറ്റം അമ്മയ്ക്കും മോക്കും മാത്രം. അമ്മയ്ക്ക് മാത്രം ഇല്ല, അമ്മയ്ക്കും മോക്കും മാത്രം. പിന്നെ നല്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറയുമ്പോ അവിടെ കറക്റ്റ് ഒന്ന് എന്താ പറയാ, ഭാര്യ വഴക്ക് പറയുമ്പോ അറ്റ്ലീസ്റ്റ് അതൊരു ജാമ്യം എടുക്കുമെന്ന് വിചാരിച്ചു. നടക്കട്ടെ. പക്ഷെ നല്ല ഇപ്പൊ ഇത് എന്റെ ജോലിയാണ്. എല്ലായിടത്തും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വിളിച്ച് സംസാരിക്കുന്ന എല്ലാം ഞാൻ ചെയ്യണം. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. എന്തായാലും എന്റെ പ്രേക്ഷകരോട് ഞാനൊരു ക്ഷമ ചോദിക്കാച്ച, ഇവരെ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാര്യം ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതാരാ ഏതാ അതൊക്കെ. പിന്നെ അഫ്കോഴ്സ് താരേച്ചിയുടെയും ജയൻ ചേട്ടന്റെയും മോളെ ആർക്ക് പരിചയപ്പെടുത്തണ്ട അല്ലേ. കറക്റ്റ്. പക്ഷെ അർജുനെ നമുക്ക് പരിചയപ്പെടുത്തണം. ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചൺ ഒരു ഫാമിലി എന്താ പറയാ, ഫാമിലിയുടെ ഒരു ഷോ ആണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ മരുമോനായിട്ട് തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തും. നീങ്ങുന്നില്ലേ? ആ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ അർജുന ഡെഫിനറ്റ്ലി ഞങ്ങൾ തരും. എനിവേ, ഹാർട്ടി വെൽക്കം.
താങ്ക് യു ചേച്ചി. എന്നോട് സോൾവ് ചെയ്യോ പ്ലീസ്, എന്നോട് മിണ്ടു. ഇനി ആവർത്തിക്കോ? ഇല്ല, ജെംസ് വാങ്ങിച്ചു തരാം. ജെംസോ ഇനി ആവർത്തിക്ക്, നീ ഇനിയും കിട്ടൂ. അയ്യോ ഞാൻ മറന്നു കേട്ടോ, സോറി. അത് കേട്ടോ അർജുന്റെ നെഞ്ചിനകത്തൊരു പട്ടപടി. അപ്പൊ എന്തോന്ന് പറയാൻ പറ്റും, എന്നാലും ക്ഷമിക്കൂ. അതാ Sorry. കൊച്ചിനെ കൊച്ചായി അതിന് 28 ഞങ്ങൾ ഈ പറയുന്നത് റീലിൽ കൂടി കാണുന്നല്ലോ. ഞങ്ങക്ക് പരിചയമില്ല, ആ അതെ, പരിചയമില്ല. പിന്നെ നോക്കിയോ നമ്മള്. ഒരു വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളില്ല. ഇതെന്റെ മോള്. കൊച്ചാണോ? സുധാപുനെ ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം അല്ലോടോ? അല്ലേടാ അല്ലേ? സുധാപുനെ ആൾക്കാർക്ക് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം, തന്നേച്ചു നോക്കോ. അമ്മൂമ്മ ഇങ്ങനെ സുധാപൂ വിളിച്ച് നടക്കുന്ന ഞങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട്. മക്കളെ, അമ്മാറ്റൂന്റെ കാര്യം ഒന്ന് പറ. അമ്മാട്ടോടെ കാര്യമാണ് പറയുന്നത്. അമ്മ ടു. അമ്മ ടു. ആ അമ്മ ടു. ഇത് അമ്മ വണ്ണോ? ഓക്കെ. അപ്പൊ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിശേഷം ചോദിക്കട്ടെ. ചൂടാണോ? ചൂടാറിയിട്ട് തരണേ. ഓക്കെ. അപ്പൊ ശരിക്കും നിങ്ങളുടെ വിശേഷം എനിക്ക് സൗഭാഗ്യം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാന്നറിയോ, സൗഭാഗ്യം ഒരു ഡാൻസ് എല്ലാം ചെയ്ത് നടന്ന ഒരു കുട്ടി ഇപ്പൊ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാണുക ഞാൻ റീലിൽ കൂടെ. വിളിക്കാറില്ല, സംസാരിക്കാറില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ വിശേഷം അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഒരു ചാനൽ കൂടെ ഞാൻ മൊത്തം വിശേഷം അറിയുന്നുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഒരു പ്രൗഡ് മൂമെന്റ് അതൊക്കെ കാണുമ്പോ അല്ലേ. ആ ശരിക്കും നടന്ന ആളല്ല ഇപ്പൊ. പക്ഷെ അതൊരു നല്ല കാര്യല്ലേ. അത് ആരുടെയൊക്കെയാണോ, ഇത് ആരാണ് ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തത്, ആരുടെ നിങ്ങൾ രണ്ടുപേരുടെ ആണോ ഇതൊക്കെ ചോദിക്കാനേ ഇവിടെ നിന്ന് പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് തരാനുള്ളടി അതും കൂടെ പറഞ്ഞിട്ട് പോവാടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് പനീർ ഉണ്ടാക്കുക. അർജുൻ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട്. അർജുൻ ഞാൻ മട്ടൺ ചെയ്യുക. അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്നാ സ്നേഹമാ എനിക്ക് സൗഭാഗ്യയുടെ അടുത്ത് അല്ലേ. ഇല്ല, തീരെ ഇല്ല, വളരെ മോശമായി വീഴും. കാര്യം അറ്റ്ലീസ്റ്റ് എനിക്കൊരു സപ്പോർട്ട് എങ്കിലും ഉണ്ടല്ലോ. സാമാന്യ മര്യാദക്ക് ഒരു കാർഡ് തന്നാ മതിയായിരുന്നു. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു. പക്ഷെ അമ്മ പാവമായതുകൊണ്ട് പിന്നെ എന്റെ ഗുരു ആയതുകൊണ്ട് ഒരു സ്ഥാനം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ ഈ ഒരു കറി ഒന്ന് തീർത്തേച്ച് ഞാൻ അങ്ങോട്ട് വരാൻ, അല്ല പകുതി വഴിക്ക് തരാൻ ഒക്കുകയല്ലോ. ഓക്കെ ബാ. വീഴ് പോകും ഞാൻ പോ. ഊണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. വഴക്ക് പറയുന്നതിന്റെ ആവേശത്തിൽ ഞാൻ എന്റെ കറി പകുതിക്ക് വെച്ച് ഓഫ് ചെയ്തു. പക്ഷെ എന്നാലും ബാക്കി കംപ്ലീറ്റ് ചെയ്യണമല്ലോ അല്ലേ. ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ജൂലിയൻസ് അരിഞ്ഞ് ഒരു ഇഞ്ചി, ഇതൊക്കെ വെറും ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, നത്തിങ് മോർ. പിന്നെ ഗരം മസാല വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്ന് മാത്രം ഇട്ടേച്ചാൽ മതി. ഇതൊരു 5 minutes അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒത്തിരി 5 minutes ആയിട്ട് തന്നെ കൂട്ടണ്ട. ഇനി നമ്മുടെ മട്ടൺ എന്തായി നോക്കാം. ഓക്കെ, ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ചേർക്കാനുള്ളതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അണ്ടിപ്പരിപ്പും ഫ്രഷ് ക്രീമും. പക്ഷെ ഇതിനകത്ത് നല്ല ഗ്രേവി ഉണ്ട്. ഞാനൊരു ഇച്ചിരി കത്തിച്ചോട്ടെ. ഇത് നമുക്ക് ഗ്രേവി എത്രയാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു 2 സ്പൂൺ കാഷ്യൂനട്ട് പൊടിച്ചതും ഒരു വലിയ സ്പൂൺ ഫ്രഷ് ക്രീം. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് കുറച്ച് അറ്റകുറ്റ പണികളോടുകൂടി നമുക്ക് ബാക്കി അവരുമായിട്ട് ജോയിൻ ചെയ്യാം. ഇത്രയും ബഹുമാനം വേണ്ട, ശീലിച്ചു വേണോ? എല്ലാം വേണോ? ഇരിക്കൂ. നീ നിന്നോ, കുറച്ചു നേരം നിർത്തട്ടെ. എന്താ മുന്നേ കുടിക്കും. സോറി മാം. സ്കൂളിലോ? ഇരിക്കും മോളെ, ഇരിക്കും. ഹായ് കുഞ്ഞാപ്പു. കുഞ്ഞാപ്പുന് എന്നാ വേണ്ടേ? ജെംസ് വേണോ? ഞാൻ ജെംസ് തരാം. എന്റെ അടുത്ത് വരുമോ? ഓക്കെ. ഇഷ്ടാ? ചുമ്മാ തരൂല, ഒരു ഉമ്മ തരൂ. എന്നാ സ്വീറ്റ് കിസ്സാ. സ്വീറ്റ് സ്മൈൽ. അയ്യോ, ഇങ്ങനെയാണോ സ്വീറ്റ് സ്മൈല്? ഇവിടെ ഇരിക്കോ. അതെ,
ഇനി നിങ്ങളുടെ വിശേഷമൊക്കെ കേക്കട്ടെ. അർജുൻ എന്നാ ഡാൻസ് പഠിക്കാൻ പോയേ? കൊച്ചിനെ അടിച്ചോണ്ട് പോരാനാന്നോ? അങ്ങനെ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. ആണോ? കൊച്ചിനെ നേരത്തെ അറിയായിരുന്നോ ഞങ്ങളുടെ കൊച്ചിനെ? ചുമ്മാ അവിടെ ഡാൻസ് പഠിക്കാൻ വരുമ്പോ വേറെ ഗേൾഫ്രണ്ട് ഒക്കെ ഉള്ളതാ. സൗഭാഗ്യ സത്യം ശരിക്കും ചുമ്മാ. കാരണം അന്ന് ഞാൻ 5th സ്റ്റാൻഡേർഡിലല്ലേ, അന്ന് ഞാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതപ്പോ 10th +1 എന്തോ പഠിക്കുവാണ്. അപ്പൊ അവർക്ക് വേറെ ഗേൾഫ്രണ്ട് ഒക്കെ, എന്നെ ആരും മൈൻഡ് ചെയ്യാ. ഓക്കെ, അപ്പൊ പിന്നെ എപ്പോഴും മൈൻഡ് ചെയ്ത് തുടങ്ങിയേ? അതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഡാഡി. ഒരു ദിവസവും ഞാൻ നോക്കിയപ്പോൾ സൗഭാഗ്യം വളർന്നു വലിയ കുട്ടിയായി. എന്റെ കോളേജൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കാനെങ്കിലും ഒന്ന് തോന്നിയത്. അത് ശരി, അപ്പഴാ മനസ്സിലായത് ഇങ്ങനെ ഒരു കൊച്ചുകൂടി. അന്ന് ടീച്ചറിന്റെ മോളെ നോക്കി റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് മറ്റേ ഡാൻസേഴ്സ് മെയിൻ ഡാൻസേഴ്സ് ഇല്ലല്ലോ. അവിടെ കുറവാ. അപ്പം അല്ല, മിക്കവാറും ഉള്ള ഡാൻസ് ക്ലാസ്സിലൊക്കെ ഞാനും ഒരു 10-40 പെൺപിള്ളേർ മാത്രമേ കാണാറുള്ളൂ. ഹാപ്പി ആയിരുന്നു. ഡേഞ്ചർ ഏരിയയിലേക്ക് നമ്മൾ അതിന് പോകണം. നമ്മൾ ഈസി ഡേഞ്ചർ സേഫ് സോണായി മാറിയേ. ദിവ്യ പ്രണയത്തിലായിരുന്നു ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്ന സമയം. അമ്മയ്ക്കൊക്കെ അറിയാം. ഞാൻ വെറുതെ റോസ് വെച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ല, പെൺകൊച്ചിനൊന്നും ആലോചിച്ചില്ല. ഞാൻ മമ്മി അർജുൻ ചേട്ടാ പാര് മമ്മി പോയി ബാര വെച്ച് ആ ടീച്ചർ ഓടി വന്നിട്ട് നിന്റെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ആ റോസിനെയൊക്കെ എന്തിനാണോ ടീച്ചർ 5 മിനിറ്റത്തേക്ക് അർജുൻ ഇങ്ങനെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രേമ നൈരാശ്യം വരും. അമ്മ അടുത്ത് പോയിരുന്ന കാര്യം ടീച്ചർ ഇങ്ങനെയാണെന്ന് പറയും. അവസാനം അമ്മ ഒരു ലഡു ഒരു മൈസൂർ പാക്ക് കൊടുത്ത് മോനെ പോട്ട് മോനെ ആശ്വാസമാവും. ഞാൻ പറയാം അമ്മയ്ക്ക് പറ്റല്ലേ എപ്പോഴും അർജുൻ ചേട്ടൻ ഇത്രയും പാമ്പർ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നൊക്കെ. ചക്കര കുട്ടിയാണ് അവൻ. എന്റെ ഇടയ്ക്ക് എപ്പോഴാ അർജുന ഈ ഒരു ലുക്ക് മാറിയ? പാരയായിരുന്നല്ലോ നമ്പർ 1. അതെ അതെ, നമ്മളല്ല, പക്ഷെ പാരയാണെങ്കിൽ നമ്മള് കമ്പനി ആയിരുന്നു. ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ് ആയിരുന്നു. പക്ഷെ അന്ന് ആ ഏജ് ഡിഫറൻസേ ഒരു 10th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ്, അപ്പൊ ഒട്ടും മാച്ച് അല്ലല്ലോ. അന്ന് പിന്നെ എനിക്ക് വേറെ ബോയ്സിന്റെ അടുത്തൊക്കെ ക്രഷ് ഉണ്ട്. അർജുന്റെ ദിവ്യ പ്രണയം അത് പിന്നെ ആ ലെവലിൽ അങ്ങ് പോയി. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരിച്ച് ട്രിവാൻഡ്രൊക്കെ വന്ന് നമ്മൾ പ്രേമിച്ച് തേഞ്ഞ് അപ്പോഴും പ്രേമിച്ച് തേഞ്ഞോണ്ടിരിക്കുവാ. ഞാൻ രണ്ടാമത് തേഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ആ ദുഃഖത്തിലെല്ലാം ഞാൻ ഓൾറെഡി തേഞ്ഞിരിക്കുവായിരുന്നു. മൊത്തം ഇപ്പൊ വാശിക്കായിരുന്നു രണ്ടുപേരും അപ്പുറം. ഞാൻ ഓൾറെഡി തേഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇനി നീ വേറെ ആളൊന്നും നീ ഇനി നോക്കണ്ട, നിന്റെ നോട്ടമൊക്കെ കൊള്ളാം, ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അമ്മ അത് വേണ്ട, എത്ര തേഞ്ഞാലും ഞാൻ തന്നെ കണ്ടുപിടിക്കുള്ളൂ എന്ന് അമ്മ എടുത്ത് അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ സിനിമ ചേരുമ്പോൾ നിനക്ക് വേണ്ടി നിനക്ക് കറക്റ്റ് ആളിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം ഞാൻ പറഞ്ഞു. ഇപ്പൊ സ്വാഭാവികം നിനക്കും കറക്റ്റ് ആളിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം, ചേട്ടനെ നോക്കാനൊന്നും. ശരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല? ഇല്ല, വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ. ഒന്നുമില്ല. അപ്പൊ ആ ഒരു കോംപ്രമൈസിൽ നിങ്ങൾ നിൽക്കാണ് രണ്ടുപേർക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഡോഗ്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. അങ്ങനെ ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അയാൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും, പെൺകുട്ടി ചേട്ടനെ കറക്റ്റ് ആയിരിക്കും, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നോർമലി ഉള്ളവരെക്കാളും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് ഇങ്ങനെ ആളെങ്ങനെയാണ് ഇപ്പൊ ഒരു സ്ഥാനത്തിനോടുള്ള അപ്രോച്ച് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റില്ല ചേച്ചി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സംഭവം ഉണ്ട്. ഡാൻസ് കാണാൻ നല്ല ഭംഗി, പിന്നെ പട്ടികളൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചേ ഇനി പെങ്കൊച്ച് കല്യാണം കഴിയുമ്പോ പട്ടിയെ വളർത്തണ്ടെന്ന് വല്ലതും പറയുമോ എന്തോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര കണ്ടീഷൻസ് ആണ്. പപ്പ അമ്മയൊക്കെ പട്ടിയെ വളർത്തുന്നത് ഇന്ന സമയത്ത് നോക്കണം, ഇങ്ങനെ കൂട്ടിന്ന് അടിച്ച് ഞാൻ തന്നെ വിടണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. വളർത്താൻ സമ്മതിക്കൂലായിരുന്നു. അപ്പം സൗഭാഗ്യം ഭയങ്കരമായിട്ട് പട്ടിയെ നോക്കുന്നു. ഞാൻ വെച്ചേ ഇതിൽ കുറച്ച് ചെറുതായിട്ട് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തി എന്റെ കാര്യങ്ങളൊക്കെ ശരി. അപ്പൊ ആരാ ഫസ്റ്റ് പ്രൊപ്പോസ് ചെയ്തത്? നമ്മൾ അങ്ങനെ പ്രൊപ്പോസ് ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറെ നാൾ ഒരുമിച്ചത് വേറെ സെറ്റ് ആവുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങ് അങ്ങനെ പറയരുത്, സെറ്റ് ആവുന്നില്ല. വേറെ സെറ്റ് ആവുന്നില്ല. ഡോഗ്സ് ഒക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഡോഗ് ലവർ ആയിരിക്കണം, അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. ഡാൻസ് ഇഷ്ടപ്പെടണം, അമ്മയായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. കുറെ കഴിഞ്ഞപ്പോ ആൾക്കാരങ്ങ് നേരത്തെ അങ്ങ് ജഡ്ജ് ചെയ്തു നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലാന്ന്. അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോ മനസ്സിലായി ഞങ്ങൾ തമ്മിലാണ് കറക്റ്റ്. അങ്ങനെ ബാങ്കിലെ ആൾക്കാരൊക്കെ നമുക്ക് ക്ഷയിക്കാനൊക്കെ എന്താ കാര്യം, നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും ഡിസൈഡ് ചെയ്തു? ഈ സൗഭാഗ്യം വരെ കല്യാണമൊക്കെ ആലോചിച്ചു തുടങ്ങി. അപ്പം ഇങ്ങനെ സൗഭാഗ്യം ഓരോ പയ്യന്മാരെ പറയുമ്പോഴേ ഞാൻ ഇവനെയൊക്കെ ഇവൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത്. ചില പൊസസീവ് ആയി തുടങ്ങി. അല്ല പൊതുവെ ഞാൻ ഇഷ്ടമുള്ള ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോ ഒരു ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഇതിനേക്കാളൊക്കെ ഞാൻ കൊള്ളാം. അപ്പോഴാണോ കത്തിയത്? അപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചു.
നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഐ ലവ് യു അങ്ങനെ ഒന്നും ഉള്ള ഒരു കോൺവെർസേഷൻ ഒന്നും ഉണ്ടായില്ല. എങ്കിൽ പിന്നെ നമ്മളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല പയ്യന്മാരെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പയ്യെ ഇറിറ്റേറ്റഡ് ആയി അതങ്ങ് പറഞ്ഞാൽ മതി. നിനക്ക് തലയ്ക്ക് സുഖമില്ല, നീ അത് കണ്ണുകൊണ്ട് കാണിയിരുന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിനേക്കാളും തന്നെ ഞാൻ കെട്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞ് തന്റെ അടുത്ത് 4000 വട്ടം പറഞ്ഞില്ല ഇഷ്ടമാണ്, താൻ കെട്ടു. അപ്പൊ പിന്നെ ഭയഭക്തി ടീച്ചർ ബഹുമാനം കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അതത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ കുറച്ച് റിലാക്സഡ് ആയിരുന്നു. ടീച്ചറിന്റെ മോള് ടീച്ചർ എന്ത് വിചാരിക്കും. എനിക്ക് അത്ര ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ. എപ്പോ വേണമെങ്കിലും വീട്ടിൽ പോവാം. ടീച്ചർ എന്റെ അടുത്ത് സൗഭാഗ്യം കൊണ്ട് അവിടെ പോവാം മക്കളെ ചോദിക്കുമ്പോൾ ഞാൻ ടീച്ചർ എനിക്ക് മോളെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഏരിയ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചേയില്ല വേട്ട. എന്റെ അമ്മ പോലും അത്ര റിയാക്ട് ചെയ്യില്ല. ചേട്ടന്റെ അമ്മയാണ് ഇറങ്ങണ പുറത്ത് ടീച്ചറിന്റെ മോളാണ് എന്നെ വിളിച്ചോ മോളെ അതൊന്നും ശരിയാവില്ല മോളെ. സൗഭാഗ്യം നമുക്ക് ഈ കോൺവെർസേഷൻ നാളെ ആവാം. പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ നിങ്ങൾ ആരമ്മയാണ്? എന്റെ അമ്മ. എന്നെക്കാട്ടിലൊന്നും അങ്ങനെ സൗഭാഗ്യം സ്നേഹിക്കണ്ട. അവിടെയും സെൽഫിഷ് ആയേ. പക്ഷെ അമ്മായിയമ്മ മരുമക്കളെ സ്നേഹിക്കുന്ന ഭയങ്കര പ്ലസ് ആന്നാ പറയുന്നത് അല്ലേ? ഇങ്ങനെ ഒരു സ്നേഹവും മക്കളെ എവനൊന്നും വേണ്ട, നിനക്ക് നല്ല വേറെ പയ്യന്മാരെ ഇടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കറക്കിക്കൊണ്ട് വന്നപ്പോ അമ്മ വേറെ പയ്യന്മാരെ കിട്ടും ഇവരെ ഒന്ന് സ്നേഹിക്കരുത്. ഇവരൊന്നും കാണുമ്പോലെ ഒന്നുമല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. എന്റെ അമ്മ പറയുന്നത് എന്തൊരു ഇവൻ എങ്ങനെ കണ്ടോന്ന് മോള് വിശ്വസിക്കുന്നത്. ഇവ അങ്ങനെയൊന്നും അല്ല, അവൻ വേറൊരു സ്വഭാവമാണ്. ഇതൊന്നും വേണ്ട, മോക്ക് വേറെ നല്ല പയ്യന്മാരെ കിട്ടും, നീ ഇറങ്ങണ പുറത്ത്. ഇങ്ങനെ തോന്നണം എന്റെ അടുത്ത്. എങ്ങനെ തോന്നണെന്നാ? എന്താണ് ആ കൊച്ചിന്റെ ഒരു കുറവ്? കൊച്ചിന് എനിക്ക് ഒരു നല്ല അമ്മ കറക്റ്റ് അല്ലേ? ഈ പെറ്റ് ലവേഴ്സ് രണ്ടുപേരുമാണ്. പെറ്റ് മാത്രമല്ലേ ജീവ, ബൈക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ പെമ്പിള്ളേർക്കും കാറ് പറയുമ്പോൾ സൗഭാഗ്യം ഭയങ്കര ബൈക്ക്, ചുമ്മാ വെറുതെ രസത്തിന് പറഞ്ഞല്ല, ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ബൈക്കിൽ കയറാനേ സമ്മതിക്കില്ലാത്തൊരു വ്യക്തിയാണ്. 2 വീലർ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈക്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അമ്മ ഇങ്ങനെ ഓക്കെ പോയിട്ട് മെസ്സേജ് എത്തിന്ന് മെസ്സേജ്. അല്ല ഭർത്താവിനോട് അല്ലേ പോകുന്നത്, ഒന്നും പറയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ശരിക്കും എന്തൊക്കെയാണ് ശരിക്കും സൗഭാഗ്യയുടെ ക്രേസസ്? എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ഡോഗ് ലവർ മാത്രമായിരുന്നു. ഇപ്പം അർജുൻ ചേട്ടന്റെ കൂടെ ആയതിനു ശേഷം ഒത്തിരി അധികം ആനിമൽസിനെ വളർത്തി എല്ലാം ഭയങ്കര ടൈപ്പ് ഓഫ് ആനിമൽസ്. അത് ചേട്ടനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതൊന്നും അറിയില്ലായിരുന്നു. ഇവരൊക്കെ വളർത്തുന്ന എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് ശരിക്കും എന്തെല്ലാം ടൈപ്പ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു ആഗ്രഹമാ ഞാൻ നിങ്ങളിൽ കാണുന്നല്ലേ. ഇത് ഒരു ക്രേസ്. ഓക്കെ, അതിനെക്കാട്ടിലും അർജുൻ ഭയങ്കര ടാറ്റു ആർട്ടിസ്റ്റ് അല്ലേ? എനിക്കിങ്ങനെ ഡിഫറെന്റ് കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ടാറ്റു, എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരിക്കും അതിന് കാരണക്കാരൻ. പുള്ളി ടാറ്റു എന്നെ കണ്ടിട്ടാണ് അവനെടുത്ത്. നമ്മൾ സ്കൂളിലിരിക്കും വരയ്ക്കുമായിരുന്നു. എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ് നമ്മളെല്ലാവരും വരയ്ക്കും. അപ്പം നീ വരയ്ക്കുമല്ലോ, നീ ടാറ്റു നിനക്ക് ഇഷ്ടപ്പെടും, ജസ്റ്റ് മെഹന്തി ചെയ്യുന്ന പോലെ ഉള്ളൂ, പക്ഷേ ഹോൾഡിങ്ങിന്റെ ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ച് വരയ്ക്കുന്ന പോലെയല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആംഗിളിലാണ് വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ മൂവ്മെന്റ് കൈ ഇങ്ങനെയല്ല, കൈ ഇങ്ങനെ എടുക്കുമ്പോൾ സ്കിന്നിനകത്ത് ഇങ്ങനെ ഇറങ്ങി പോകൂലേ. അപ്പോൾ നമ്മളെ മൂവ്മെന്റ് എപ്പോഴും ഫുൾ കൈയായിട്ടാണ് മൂവ്മെന്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണക്ട് ആയി ഒരു ഫ്രണ്ട് പറഞ്ഞു തരുമ്പോൾ. അതുകൊണ്ടാണ് ടാറ്റു ചെയ്ത്. ഞാൻ ടാറ്റു കുറച്ചാൾ ചെയ്തിരുന്നു, ഇപ്പൊ നിർത്തി. മറ്റേ ഷൂട്ടിന്റെ കൂടെ ടാറ്റു ആണ് ഇതൊക്കെ. ഈ ടാറ്റു ഇതൊക്കെ ചേട്ടൻ എനിക്ക് ചെയ്തു തന്ന. ഓ ഓക്കെ, അപ്പൊ ടാറ്റു ഇപ്പൊ നിന്നു. ഇനിയിപ്പം ആർട്ടിസ്റ്റ് ആണ്, ഷൂട്ട്. ഇത് എവിടെയാണ് ഞാൻ ഉറപ്പിക്കേണ്ടതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നു. ഇതാണ് കുറച്ചും കൂടെ ചേട്ടന് ഇഷ്ടം തോന്നുന്നു. കൊറേ ലാസ്റ്റ് ചെയ്തത് ഇതിലാണ്, പിന്നെ കുറെ ഇഷ്ടമാണിത്. മറ്റുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആക്ടിങ് അർജുൻ ചേട്ടന് ശരിക്കും ഇഷ്ടമാണ്. അപ്പൊ ഷൂട്ടിന് പോണം. അപ്പൊ ഡാൻസ് പോകുന്നു. ഡാൻസ് ഈ പറഞ്ഞ പോലെ വീട്ടുകാർ ഉന്തിത്തള്ളിയാണ് ഡാൻസിന് വിട്ടോണ്ടിരുന്നത് ചെയ്യണം. അന്ന് അർജുൻ ചേട്ടൻ അങ്ങനെ ഭയങ്കര താല്പര്യം ഇല്ലായിരുന്നു. ഇവര് പലയിടത്തും പെങ്കൊച്ചില്ലാത്തോണ്ട് തന്നെ ഡാൻസ് വിടുന്നു. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തിരുന്ന അവർക്ക് കിട്ടിയത് ആൺകുട്ടിയായിരുന്നു. പക്ഷെ ഡാൻസ് പഠിപ്പിക്കും എന്നാലും അവർ ഡിസൈഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി വിട്ടതായിരുന്നു. അപ്പം കുറെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു പ്രീ ഡിഗ്രി ആ ഒരു ടൈമിലാണ് ചേട്ടന് സ്വന്തമായിട്ടൊരു ഇഷ്ടം ഡാൻസിലോട്ട് വന്നത്. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ അർജുൻ ചേട്ടനായിരുന്നു ഒരു കോൺഫിഡൻസ് കുറവ്. വീട്ടുകാർ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചേട്ടന് സൊസൈറ്റി ആ ഒരു ഇത് ഡാൻസർ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഏതോ റിലേറ്റീവ്സ് ഒക്കെ എൻ്റെ അടുത്ത് നാട്ടിൽ പോയപ്പോൾ കായംകുളത്താണ് അമ്മയുടെ വീട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു എന്തോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡാൻസറാണ്. ഇപ്പം ഫുൾ ഡാൻസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതൊക്കെ അതല്ലാതെ എന്ത് ചെയ്യുന്നു, എക്സാംസ് ഒന്നും നോക്കുന്നില്ലേ? ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്. ചുമ്മാ പ്രൊഫഷണൽ അതൊന്നും നമുക്കൊന്നും പറ്റുമൊന്നുമില്ല. പ്രൊഫഷണൽ ഡാൻസിങ് ഒന്നും നമുക്ക്
അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയുടെ പറഞ്ഞു ഇവൻ തന്നെ അങ്ങനെ റേറ്റ് ചെയ്ത്. അപ്പൊ അമ്മ പറഞ്ഞു അത് മറ്റേ നീ ആമ്പിള്ളേരാകുമ്പോ ജോലി ചെയ്യണമെന്നുള്ളൊരു ഇതായിരിക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ വാങ്ങിച്ചു തരാമല്ലോ ജോലി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ആശയായി. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരെയും പോലെ അപ്പൊ പെട്ടെന്ന് എന്ത് ജോലി ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ജോലി എടുത്തൊരു ദേശീയ എല്ലാവരും ഗവൺമെന്റ് ജോലി എന്ന് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു പപ്പയും അമ്മയൊക്കെ ഗവൺമെന്റ് ആയതുകൊണ്ടായിരിക്കും അവരെ ഫാമിലി ഫുൾ ഗവൺമെന്റ് ജോലി അല്ലാത്തൊന്നും ജോലിയല്ല അവർക്ക്. ഈ സൗഭാഗ്യം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അമ്മയായാലും അമ്മയായാലും അച്ഛനായാലും. അതിന്റെ ഇടയ്ക്ക് ഈ സൗഭാഗ്യം എന്തുകൊണ്ട് ഫിലിമിൽ വന്നില്ല? എനിക്കെന്തോ അങ്ങനെ ഒരു ഇത് ഭയങ്കര കോൺഷ്യസ് ആണ്. എല്ലാരും നോക്കി നിൽക്കുമ്പോ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യുന്ന ഡാൻസ് എനിക്ക് പറ്റും, പക്ഷെ ആക്ടിങ് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള ഒരു തോന്നൽ അങ്ങ് ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിപ്പോയി. പിന്നെ അത് കോൺഷ്യസ് ആയിരിക്കും. അതെ, അമൃതയുടെ തന്നെ വർക്കാണ് ഞാൻ കംഫർട്ടബിളി ചെയ്തൊരു വർക്ക്. സതീഷ് ഏട്ടൻ ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത വർക്ക്. അത് എനിക്കൊരു വർക്ക് പ്ലേസ് പോലെ തോന്നിയില്ല. ഒരു ഫാമിലിയിൽ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കുഞ്ഞ് ഏതൊക്കെയോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അഡ്വർടൈസ്മെന്റ്സ് ചെയ്തു എന്ന് പറഞ്ഞു, ആഡ്സ് ഒക്കെ ഈ ജനറേഷനും ചെയ്തു. പിന്നെയാണ് സൗഭാഗ്യ ചെയ്യാൻ പാടില്ല ഒരു ചമ്മല്, അതൊരു ഇൻഹിബിഷൻ ഭയങ്കര കൂടുതൽ. അതിന് അർജുന്റെ ചെയ്തില്ലേ പ്രോത്സാഹനം? ഫോഴ്സ് ചെയ്യാത്ത ഒരാളാണ്. ഒരു കാര്യം ഫോഴ്സ് ചെയ്യില്ല, ചെയ്തേ പറ്റുള്ളൂ. അമ്മയാണ് അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, സൗഭാഗ്യം അനുസരിച്ചേ പറ്റുള്ളൂ. അർജുൻ ചേട്ടൻ അങ്ങനെയില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യൂ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അത്ര. ഓക്കെ. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പൊ നിങ്ങളുടെ ഈ കല്യാണം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പോ ഉടനെ സോഷ്യൽ മീഡിയസ് കുറെ നെഗറ്റീവ്സ് എഴുതാൻ തുടങ്ങി അല്ലേ? ഞാൻ ഒരിടയ്ക്ക് ഞാൻ വായിക്കുന്ന തന്നെ നിങ്ങൾ ഡിവേഴ്സ് ആയിരുന്നോ എന്നൊക്കെ ഞാൻ വായിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്നതാ അർജുനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ശരിക്കും റിയൽ അല്ല, ഇവരൊക്കെ ചുമ്മാ എന്നതേലും ഒക്കെ ഒന്ന് പറഞ്ഞുണ്ടാക്കി വെച്ച് 10 കാശ് ഉണ്ടാക്കുക എന്ന് പറയാന്നൊരു പരിപാടിയാണ്. അവരുടെ ഉദ്ദേശം എന്താണോ 90% ഓഫ് ദ ടൈം അത് നടക്കാറുണ്ട്. നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുക എന്നുള്ളത് ഈ നെഗറ്റീവ് കമന്റ്സിന് സാധിക്കാറുണ്ട്. പക്ഷെ ആ വിഷമിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് നേടാനല്ലേ ശരിക്കും? അതെ അതെ, ഞാൻ അതിനോടൊക്കെ ഒത്തിരി എതിരാ. ഇപ്പൊ എന്ത് നേടുന്നു അവരതുകൊണ്ട്? ഒരാളെ വേദനിപ്പിച്ചിട്ട് അല്ലെ? ഇപ്പൊ അർജുനെ കുറിച്ചാണെങ്കിലും താരേച്ചി പറയുന്നത് കംപ്ലീറ്റ് ഒരു മരുമോനായിട്ടല്ല. അർജുൻ ഇപ്പൊ താരേച്ചിക്ക് ഒരു മോനാണ്. മേ ബി സൗഭാഗ്യം പിന്നെ വരുന്നുള്ളൂ. ഞാനും ആരെങ്കിലും എന്തെങ്കിലും തോന്നുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ അമ്മായിയമ്മ എന്ന് പറയാറുള്ളൂ. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമാണ്. എന്റെ മേലെ അങ്ങനെ സംസാരിക്കരുതെന്ന് പറയും. ഇവരുടെ റിലേഷൻഷിപ്പിൽ ആക്ച്വലി ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. പക്ഷെ ശരിക്കും അങ്ങനെ ശേഷമാണെങ്കിലും ഞാൻ എന്ന് തൊട്ട് അമ്മയും അർജുൻ ചേട്ടനും ടീച്ചർ സ്റ്റുഡന്റ് ആ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കൂടുതൽ സ്നേഹം കാണിച്ചേക്കാം, എന്നാൽ കുറച്ച് കുറയ്ക്കാം, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ അതേപോലെ വെരി റിയൽ ആൻഡ് ജെന്യുവൻ ആയിട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അല്ലെ? അർജുൻ എന്നാ പറയാനുള്ള മറുപടി? അർജുനാണെ പച്ചയ്ക്ക് എല്ലാം പറയുന്ന ഒരു വ്യക്തിയല്ലേ? എന്തിനാ ചാക്കടി? എനിക്ക് സത്യമായിട്ട് കുറച്ച് പറയാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടീച്ചറൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പം ചിലപ്പോൾ ടീച്ചർ ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചിട്ട് ഇനി ഇതിൽ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് ഉള്ളത് നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ പറയാമല്ലോ അവരോട് എന്നതേലും ഒരു മറുപടി അങ്ങനെ ചെയ്യരുതെന്നെങ്കിലും നമുക്ക് പറയാമല്ലോ. നമ്മളെ അങ്ങനെ പറയുന്നവര് ഒരിക്കലും ഒരു നല്ല ഇന്റൻഷനോടല്ലല്ലോ പറയുന്നത്. അമ്മായിയമ്മയുടെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നവരടുത്ത് ഞാൻ എന്ത് പറയാനാണ്? അവരമ്മയുടെ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറലെന്ന് പറയുന്ന ഒരു കുറെ ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അതിനകത്ത് വേറെന്തെങ്കിലുമൊക്കെ കാണുന്ന പറഞ്ഞാൽ അതെന്ത്? അപ്പൊ ഇവന്റെയൊക്കെ വീട്ടിൽ ഇവന്റെയൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇവര് ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? ഞാൻ അന്തം വിട്ട് ശരിക്കും. ഒരു നമ്മളിപ്പോ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മളൊരു അനീതിയോ വൈഫിനെയോ ആരെങ്കിലും ഒരു ലേഡീനെ കൊണ്ടുപോകും. അപ്പൊ ഇവൻ എന്ത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? അപ്പൊ ഒരിക്കലും ഇവൻ ഒരാളെ ദേഹത്ത് തോളി കേടൂലേ? അതാണ് എന്റെ ചോദ്യം. അപ്പം എനിക്കത് മനസ്സിലാവുന്നേയില്ല. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ്, എന്റെ ചേട്ടത്തിയുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ്, എന്റെ കൂടെ ഉള്ളവരുടെ അങ്ങനെ തന്നെയാണ്. എന്റെ കൂടെ ഉള്ളവരത്തെ ഞാൻ അങ്ങനെ ഉള്ളൂ. ഈ പറയുന്നവരുടെ വീട്ടിൽ പോയി ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാം ഒരു നെഗറ്റീവ് സെൻസിന് എടുക്കുക. സത്യമാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ പൊതുവെ ഒരു ഡംപിങ് പ്ലേസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നും. അവന്റെ ഫ്രസ്ട്രേഷൻ, ലസ്റ്റ് ഇതൊക്കെ തീർക്കുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ 10 പേരെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നവരെ ഒന്ന് താഴെ ഡൗൺ ആക്കാം. എനിക്ക് പക്ഷെ അതിനേക്കാളും കൂടുതൽ ചേച്ചി തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ നമ്മളെ വളരെ കൂടെ നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ ഈ നെഗറ്റീവ് കമന്റ് വായിച്ചിട്ട് നമ്മൾ ഓരോ കമന്റ്സ് പറയും. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ നെഗറ്റീവ് കമന്റ്സ് എടുത്ത് നോക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പോഴും നീ ഇങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒട്ടുമേ വിചാരിക്കില്ല അവർ അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. നമ്മളെ ഭയങ്കര സ്നേഹമാണ്, നമ്മളെ എല്ലാവരും വിളിച്ച് പരിചയപ്പെടുത്തുന്ന എല്ലാം ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ കമന്റ്സ് കാണുമ്പോൾ നമ്മൾ ചിരിക്കും, നമ്മളെ വീട്ടിലെല്ലാരും ചിരിച്ച് കൂടെ ഉള്ളവരുടെയും
ട്രൂ കളേഴ്സ് നമുക്ക് അപ്പം മനസ്സിലാവും. അവര് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്ത് ഞാൻ പറഞ്ഞ അവന് തലയ്ക്ക് സുഖമില്ലാത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അറിയാതെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ടീച്ചർ എങ്ങനെ കാണിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബൈക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് ബൈക്ക് ഇഷ്ടമാണെന്ന് ടീച്ചറിനെ അറിയാം. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അന്ന് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് തരാ ഞാനേ ബൈക്ക് ബുക്ക് ചെയ്തിരുന്നില്ലേ, നീ ബുക്ക് ചെയ്താ? അപ്പം ഞാൻ ബുക്ക് ചെയ്ത് അത് ഇപ്പം 2 മാസമായി, ഇന്നിപ്പോൾ അത് കിട്ടും, ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല നീ ഇനി ഒന്നും മിണ്ടണ്ടെന്ന്. അപ്പം ഞാൻ ഇതുപോലെ സൗഭാഗ്യ വിളിച്ചാൽ സൗഭാഗ്യ ടീച്ചർ കലിപ്പായി പറയാത്തോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൗഭാഗ്യ കറക്റ്റായിട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത്. നീ പറയാത്ത ഭയങ്കര മോശമായിപ്പോയി അമ്മയുടെ അടുത്ത്, ഒന്നുമില്ലേ നീ അമ്മയുടെ അടുത്ത് പറയണമായിരുന്നു എന്ന് പറഞ്ഞ് നല്ല എരിയേറ്റ് വെച്ചെന്ന്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കുറേ നേരം ഞാൻ പറഞ്ഞു ഇല്ല നീ ഇനി ഒന്നും പറയണ്ടതാണ്. അപ്പം ടീച്ചർ ഞാനല്ലേ ഇപ്പോൾ പറഞ്ഞു, വേറെ ആരും അല്ലല്ലോ. അപ്പോൾ ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട അങ്ങനെ കാണിച്ചു. ഞാൻ അത്രേ ഉള്ള കോൺവെർസേഷൻ കട്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചു. അപ്പോൾ അതിനി എന്തോ പറയാം, ഞാൻ ഇനി അത് ക്യാമറ ഉണ്ടായിരുന്നു ആലോചിച്ചിട്ട് മറ്റേ മെസ്സേജ് അയക്കും. എന്തായാലും അർജുനോട് വർത്താനം പറയുമ്പോ ഉണ്ടല്ലോ അർജുന റിയാക്ഷൻ വരുന്നുണ്ട് ഫേസിനകത്തേക്ക് നല്ലോണം അല്ലേ? എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊരു അതാ നമുക്കൊരു കാര്യം ചെയ്താലോ, അച്ഛന് ഭക്ഷണം കൊടുത്ത് സമാധാനിപ്പിച്ച് സംസാരിച്ചാലോ? ഭക്ഷണം കൊടുത്ത എനർജി കയറും. അതെ അല്ല അർജുന്റെ എന്താന്നുള്ളത് നമുക്കും റിയാക്ട് ചെയ്യണ്ടേ അല്ലെ? നമുക്കും നോവുമല്ലോ അല്ലെ അർജുൻ? നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഇനി സൗഭാഗ്യം തണുത്തായിരിക്കുന്നത്, നമുക്കൊന്ന് എന്നോടൊക്കെ ഒന്ന് മറുപടി പറയാം. ഡൈനിങ്ങിലോട്ട് പോയാലോ? അല്ലെ കൊച്ചു മിക്കാർ ഇവിടെ എല്ലാം വേണം. ഈ കുട്ടിയെ അറിയോ? ഹായ്. ഞങ്ങളിപ്പോ പാചകമൊക്കെ തുടങ്ങി. ഇത് ഞങ്ങളുടെ ആഹാരമാണ്, ഞങ്ങൾ തരുവല്ലേ കേട്ടോ. ഹാപ്പി ആയോ? ഇഷ്ടാണോ കൊച്ചിന്? എന്നാ ചേച്ചി കൊടുക്കൂലേ കൊച്ചു? വേണ്ട, കൊച്ചു കഴിച്ചോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, അപ്പൊ പിന്നെ ഞങ്ങൾ കഴിക്കണ്ടേ അല്ലേ? വീട്ടിലാരാ പാചകം? സൗഭാഗ്യാന്നോ അർജുനാന്നോ? എന്താ അഭിമാനത്തോടെ മോനെ നീയാണ്. ഞാൻ വെക്കും ചേച്ചി, എനിക്ക് ഒരു 8 മണിക്കൂർ സമയം തരണം. 8 മണിക്കൂർ എന്നാലേ എനിക്ക് ഉണ്ടാക്കി തീർക്കാൻ ഇത്രയും കാര്യങ്ങൾ നോക്കി വരുമ്പോഴത്തേനും അങ്ങനെയല്ല. കുക്കിംഗ് ഞാൻ ഭയങ്കര സ്ലോ ആണ് ചേച്ചി, അതിലൊക്കെ ഭയങ്കര സ്പീഡാണ്. ഒരു കാളയൊക്കെ എൻ്റെ അടുത്ത് കുളിപ്പിക്കാൻ പറഞ്ഞാൽ വിത്തിൻ 15 മിനിറ്റ്സ് ഞാൻ കുളിപ്പിച്ച് റെഡി ആക്കി കഴിഞ്ഞു. പക്ഷെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും, അളവ് നോക്കി കട്ട് ചെയ്ത്. അപ്പത്തേക്ക് അർജുൻ ഇങ്ങനെ എങ്ങോട്ട് ഞാൻ ഉള്ളി എടുക്കുമ്പോഴേ പറയും ഇങ്ങോട്ടാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സൗന്ദര്യം നോക്കിയൊക്കെ മുറിച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ കറി ഭയങ്കര സ്പീഡിൽ കുക്ക് ചെയ്യും അർജുൻ ചേട്ടാ. നല്ല ടേസ്റ്റ് ആയിട്ടും വെക്കും. ഞാൻ സ്ലോയില് കുക്ക് ചെയ്യും, പക്ഷെ ടേസ്റ്റ് ആയിട്ടും ഇരിക്കും അല്ലേ? സൗഭാഗ്യയുടെ ഒരു പ്ലസ് എന്താണ് അർജുന് ഇഷ്ടം? എല്ലാം എനിക്ക് സൗഭാഗ്യ കറക്റ്റ് ആണ്. എനിക്ക് എല്ലാം സൗഭാഗ്യ പ്ലസ് ആണ്. അതായത് ഞാൻ ഇപ്പം എന്തുണ്ടാക്കി കൊടുത്താലും സൗഭാഗ്യ ഇത് വേൾഡിൽ ഏറ്റവും നല്ലതാണെന്ന് പറയും. സത്യമായിട്ട് എന്റെ അമ്മയും പപ്പയൊക്കെ ആണെങ്കിൽ പറയും ഇതെന്താ നമ്മൾ വെക്കണല്ലോ, അവർക്ക് അവരുടേതായ കുറെ ഇത് സോസ് ചേർത്തുകൂടാ, അങ്ങനെ കുറെ ഇതൊക്കെ. സൗഭാഗ്യാന്നല്ലോ സൗഭാഗ്യ ചേട്ടാ അടിപൊളി ചേട്ടാ, ടേസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ സൗഭാഗ്യം മൈനസ് ഇല്ലെന്നാണ് അർജുൻ പറയുന്നത്. അല്ല മൈനസ് ഉണ്ടാവുമായിരിക്കും. വേറൊരാളാണ് എന്നെ കെട്ടിയിരുന്നെങ്കിൽ ഒരു 30 മൈനസ് ഇപ്പൊ പറഞ്ഞു തന്നെ. അർജുൻ ചേട്ടാ മൈനസ് ഒന്നും കാണുന്നില്ല. ഓ അത്ര പെർഫെക്റ്റ് ആണ്. തിരിച്ചാണെങ്കിലോ? തിരിച്ചും എനിക്ക് നമ്മൾ രണ്ടുപേരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൊള്ളാവുന്നത്, വേറെ ആൾക്ക് നമ്മൾ കൊള്ളൂല. അതാണ് ഈശ്വരൻ ചേർക്കുന്ന ജോഡി എന്ന് പറയുന്നത് അല്ലേ? ഇതാ ഞാൻ ശരിക്കും പറയാ, നമുക്ക് ഒരാളോട് ഇഷ്ടം ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൈനസും നമുക്ക് ഇഷ്ടമാണ്, പ്ലസും നമുക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ആ വ്യക്തിയെ ഭയങ്കര നമുക്ക് ഇഷ്ടമാവുന്നതല്ലേ സത്യം. അവിടെ നമുക്ക് സാക്രിഫൈസ് ഇഷ്ടമാണ്, കോംപ്രമൈസ് ഇഷ്ടമാണ്. സത്യം. അത് ഒരുപാട് നേരം പിണങ്ങിയിരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? അവരുമായിട്ട് എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ് ഇഷ്ടമാണ് പിണങ്ങിയിരിക്കാൻ. പക്ഷെ അർജുൻ പിണങ്ങിയിരിക്കാൻ പറ്റില്ല. അർജുൻ പെട്ടെന്ന് സൗഭാഗ്യക്ക് സാധിക്കുന്നു. എന്താ പിണങ്ങിയിരിക്കാനോ? എനിക്ക് പറ്റും. എനിക്ക് കുറച്ച് വാശി കൂടുതലായതുകൊണ്ട് പിണങ്ങിയിരിക്കാനൊക്കെ പറ്റും. ഞാൻ അപ്പൊ തന്നെ സോപ്പിടും. അത് പറഞ്ഞു പെട്ടെന്ന് സോറി എനിക്കാണെങ്കിൽ ചിലപ്പോ പറ്റും. എന്നാ പിന്നെ വിട്ടാരെ. വിട്ടുതരികയല്ല, പക്ഷെ പിണങ്ങിയിരുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അർജുന്റെയും സൗഭാഗ്യയുടെ ഒക്കെ ആ ഒരു കെമിസ്ട്രി കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ എവിടെയോ ഒരു കുറുമ്പുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു സൗഭാഗ്യ കുറച്ചുകൂടെ മെച്ചം. ഇത് കൊച്ചു
അല്ലേ കുട്ടിത്തം കൂടുതലുള്ളൊരു കൂടുതൽ കുട്ടിക്ക് ബസ്സിൽ. എന്നാലും ഞാനിന്ന് ഉണ്ടാക്കിയ സാധനം തരാം. ഓക്കെ, ഇത് അർജുന് കംപ്ലീറ്റ് ആണ്. സുധാപ്പൂന് ഇഷ്ടല്ലേ? നോൺ വെജ് ഒക്കെ ഇഷ്ടല്ലേ? ആണോ? ഫിഷ് ആണോ ചിക്കൻ ആണോ കുഞ്ഞിന്? ചിക്കൻ സ്വാഭാവികം കൊടുത്താൽ കഴിക്കൂല, വിശ്വാസമില്ല. വിചാരിച്ചിട്ടല്ലേ? എനിക്കങ്ങ് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ മോള് ഇത്രയും നോൺ വെജ് കഴിക്കുന്നു എന്നുള്ളത്. കഴിക്കട്ടെ, നല്ലല്ലേ? നല്ലതാ, പക്ഷെ എനിക്കൊരു ചെറിയ കുഞ്ഞു വന്ന പിന്നെയുള്ള ലൈഫ് ചേഞ്ചസ് എന്തൊക്കെയാ? അട്ടി ഉണ്ടാക്കല് കുറഞ്ഞു, ബെഡിൽ മരിയെ കിടക്കാൻ പറ്റുന്നില്ല, അതാണ് ഒരു ചേഞ്ച്. എല്ലാരും ചോദിക്കുമ്പോ ഞാൻ പറയാം ഒന്നുമില്ലെന്ന് പറയും. സത്യമായിട്ട് ഉണ്ട്, ഇതാണ് സംഭവം. മറന്നോണേ. മോള് എന്റെ അടുത്ത് കിടക്കൂല നൈറ്റ്. അർജുൻ ചേട്ടൻ മാത്രമേ കിടക്കൂ. അപ്പൊ അർജുൻ ചേട്ടനാണ് ഉറക്കം ഡിസ്റ്റർബ് ആവണം. എനിക്ക് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റും നൈറ്റ് ഫുള്ള്. പക്ഷെ അർജുൻ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് മോൾ ഇങ്ങനെ എണീക്ക് റെസ്റ്റ്ലെസ് ആവുമ്പോ അർജുൻ ചേട്ടന്റെ സ്ലീപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ട്. എല്ലാ അപ്പനും അമ്മമാരും അങ്ങനെയല്ലേ മക്കളെ വളർത്താന്ന് പറയുന്നത്. മാത്രമേ ഉള്ളൊരു എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചോടത്തുമ്പോഴുള്ള കാര്യമില്ല. അത് അപ്പനും അമ്മ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പറഞ്ഞു. അവർക്ക് മൂത്ത മോനെയൊക്കെ വളർത്തി ഒരു ബോറടിച്ച് പിന്നെ കുറെ അപ്പൊ എന്റെ ചട്ടം വെച്ചിരുന്നു അവർക്ക് കാണാൻ വലിയ താല്പര്യമില്ല. കൊറേ പേടിപ്പിച്ചു. ചേച്ചി അടിപൊളി. അർജുൻ ഇഷ്ടായോ? എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റ്. മട്ടൺ ഇഷ്ടായോ? മട്ടൺ ഇഷ്ടമായി, അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ്. ഞാൻ ചെന്ന് പിണങ്ങിട്ട് ചേച്ചി എനിക്ക് ഫുഡ് തരൂല. ചേച്ചിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ലല്ലോ. അയ്യോ. അർജുൻ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എനിക്കങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല. ഇതുപോലെ അങ്ങ് ചിരിച്ചു പോയാൽ മതിയായിരുന്നു, സന്തോഷായിട്ട് നിറവോടെ. അതെ, സത്യം. സൗഭാഗ്യക്കോ ഫ്യൂച്ചർ പ്ലാൻസ്? പനീർ ഇരിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റും. പ്ലാൻ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യണ ആളേ അല്ല. ഞാൻ ഇതിനു മുന്നേ വന്ന് പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണോ ലൈഫ് വരുന്നത് അത് അതേപോലെ ഫേസ് ചെയ്ത്. ഞാൻ ഇങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപ ഉടനെ ഉണ്ടാക്കണമെന്നല്ലായിരിക്കും. അങ്ങനെയല്ലേ? ഓക്കെ, എന്തായാലും ഐ എം സോ ഹാപ്പി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്നാലും എനിക്കിനോടൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നെ കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ ആ വിഷമം ഞാൻ മറന്നുപോയത് ശരിക്കും എൻ്റെ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നിറവ് തോന്നി കേട്ടോ. അത് എത്രയായാലും എനിക്ക് തോന്നുന്നു നേച്ചർ ആയിരിക്കും. അത് നമ്മൾ കുഞ്ഞുമക്കളെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടവും പക്ഷെ എന്നാന്ന് പറയാ, അർജുനോട് വിത്ത് ഓൾ റെസ്പെക്ട് എല്ലാം ഞാനുണ്ട്. പക്ഷെ ആദ്യം അവളെ അല്ലേ കണ്ടത്. പക്ഷെ എന്റെ മോളെ കണ്ടപ്പോ ചിരിച്ചത്. അത് കറക്റ്റ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളും കൂടെ വേണമല്ലോ അതിനകത്ത് 50. ഇത് 50-50 ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അവക്കും കടിച്ചു കൊടുക്കണം. 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വിരുന്ന് കൊടുക്കുന്നതും കൂടെ. ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല ചേച്ചി. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്ന് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണ് ഒരാൾ ഫുഡ് തരുന്നത്. ഞാൻ പേടിച്ച് പോകത്തില്ലേ നിന്റെ ഫാമിലിയിൽ? തൈര് സാധനം വല്ലതൊന്നും ഞാൻ ബോധപ്പെടുന്നില്ല. പക്ഷെ ഞാൻ തന്നപ്പോ നല്ല സാധനം തന്നല്ലേ. ഉണ്ടോ വിരുന്ന് 3 വർഷം കഴിഞ്ഞിട്ട് വന്നു വിരുന്ന് തരാൻ. ചരിത്രത്തിലൊക്കെ 5 വർഷമായി. 5 വർഷത്തിന് ശേഷമാണ് ചേച്ചി നമുക്കൊരു നല്ല ഫുഡ് തരുന്നത്. കണ്ടല്ലോ അല്ലേ? ഇത് ആ ഒരു പിണക്കം വെച്ചോണ്ടല്ലേ ഉണ്ടേ. എനിവേ, താങ്ക് യു വെരി മച്ച്. അമ്മയോട് പ്രത്യേക അന്വേഷണം പറയണേ. അമ്മയുടെ പരിഭവം ഞാൻ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടോളാന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു വെരി മച്ച്. അർജുൻ്റെയും സൗഭാഗ്യയുടെയും വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്ന് എനിക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു വിരുന്ന് കൊടുക്കാൻ പറ്റി. എൻ്റെ കുറ്റം കൊണ്ടല്ല, അവളുടെ കുറ്റം കൊണ്ടാണ്. പക്ഷെ എന്നാലും വന്നു സന്തോഷിച്ച് കുറച്ച് നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചു. നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ വിശേഷങ്ങൾ കുറച്ചുകൂടെ അറിയാൻ പറ്റി. അപ്പോൾ എല്ലാ നിമിഷങ്ങളും സന്തോഷകരമാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതേപോലെ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. Till then, goodbye. Ali's Kitchen. Let's cook with love.